ശരിക്കും ഇങ്ങനെ പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ട് പ്രത്യേകിച്ചും ഒരുമിച്ചൊക്കെ ഇരുന്ന് അരിഞ്ഞിട്ട് എത്ര നാളായി. പണ്ടത്തെ കാലമൊക്കെ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ടേ. നീ ഇനി പണ്ടത്തെ കാര്യമൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട, പ്രസന്റിൽ ജീവിക്കേ. അയ്യോ ശാലിനി, നീ ഇതൊന്നും ചെയ്യണ്ട മോളെ, നമ്മളില്ലേ ചെയ്യേ. അയ്യോ ചേച്ചി, എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നെന്താ ഗസ്റ്റ് ആക്കും നോക്കുവാണോ? എന്നാ പിന്നെ ഇത് ഇങ്ങനെ നീ തന്നെ അരിഞ്ഞാ മതി. നീ ഇത് അരിഞ്ഞിട്ട് വേണം എന്റെ കൈയൊക്കെ ചൊറിയാൻ. താങ്ക് യു ചേച്ചി. അവള് ചേന അരിഞ്ഞത് തന്നെ. പണ്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഉച്ചയ്ക്ക് ഒരുമിച്ചിരുന്നാണ് ഫുഡൊക്കെ കഴിച്ചിരുന്നത്. അന്ന് സരിതയുടെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് എന്ത് ടേസ്റ്റ് ആയിരുന്നു. അതിന്റെ ആ രുചി ഇപ്പോഴും എന്റെ നാവിൻ മുമ്പിലുണ്ട്. ഓ എന്റെ മക്കളെ, അന്നൊക്കെ നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയായിരുന്നു. ഇപ്പൊ വയസ്സും പ്രായമൊക്കെ ആയില്ലേ. ഇന്ന് ഞാൻ ഉണ്ടാക്കിയ അത്ര സാധനം ഇല്ലടി. ഏയ് അങ്ങനൊന്നുമില്ല. എടി ചേച്ചി നന്നായിട്ട് വെക്കും, അമ്മയെക്കാളും കൈപ്പുണ്ണി ചേച്ചിക്ക്. ഓ എന്റെ മോളെ, ഇവക്ക് കുക്ക് ചെയ്യാനൊന്നും അറിയില്ല. ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഉണ്ടാക്കുന്ന കണ്ട് എന്തെങ്കിലും പഠിച്ചെങ്കിലായി. അയ്യേ, ആരാ പറഞ്ഞേ? ഞാൻ കല്യാണത്തിന് മുമ്പേ നന്നായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമായിരുന്നു. നിർത്ത്, ഓണത്തല്ല് വേണ്ട ഇനി. ഇവരിങ്ങനെയൊക്കെ പറയുന്നുള്ളോ? ഭയങ്കര സ്നേഹല്ലേ? അതെ. അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമാണെന്ന് എനിക്ക് മനസ്സിലായി. പഠിക്കുന്ന സമയത്ത് ബദ്ധശത്രുക്കളായിരുന്ന ഇവളും വേണിക്കുട്ടിനും ഇപ്പൊ എന്ത് ഫ്രണ്ട്ഷിപ്പിലാ. ഞാൻ ഞെട്ടിപ്പോയിന്നേ. എന്താ ചിരിക്കുന്നേ? എന്റെ മോളെ, ഇപ്പോഴും വേണുക്കുട്ടിനും ഇവളും ശത്രുക്കൾ തന്നെയാ. അവര് നേരി കണ്ടാ കിരിമ്പാൻ പോവാ. അല്ല പിന്നെന്താ അവൻ ഇവിടെ ഇങ്ങനെ ചുറ്റിത്തിരി നടക്കുന്നേ? അല്ല, അത് പ്രകാശേട്ടന്റെ ബിസിനസ് പാർട്ട്ണർ അവൻ. ഇടക്കിടക്ക് ഇങ്ങനെ വരും. അതാണ് കാര്യം. അല്ലെങ്കിലും മോരും മുതിരയും ചേർന്നാലും സരിതയും വേണുകുട്ടനും ചേരില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും പണ്ടേ അറിയായിരുന്നു. അവനൊരു മാറ്റമില്ല, പഴയ പോലെ തന്നെ. ഇന്ന് എന്തായാലും നല്ലൊരു സദ്യ കഴിക്കണം. എനിക്ക് ഇന്ന് വയറ് നിറയെ ഉണ്ണണം. കൊറേ നേരമായാലും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ. ഞങ്ങളവിടെ മര്യാദയ്ക്ക് പൂക്കളം ഇട്ടോണ്ടിരുന്നല്ലേ, എന്തിനാ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ? ചേച്ചി, നമുക്ക് ഈ ഓണം ഒന്നൊന്നും കളറാക്കണ്ടേ, വെറൈറ്റി ആക്കണ്ടേ? ആ ശരിയാ, ശാലിൻ ചേച്ചി ഉള്ള സ്ഥിതിക്ക് എന്തെങ്കിലും വെറൈറ്റി ചെയ്യണം. എന്ത് ചെയ്യും? ഓണമായിട്ട് എല്ലാവരും റൂമിനകത്ത് അടച്ചിരിക്കുവാണോ? വാ പുറത്തോട്ടൊക്കെ പോവാം. ഈ ഓണം എങ്ങനെ കളർഫുൾ ആക്കും എന്നുള്ള ഡിസ്കഷനിലാണ് നമ്മള്. എന്നിട്ട് എവിടെ വരെ ഡിസ്കഷൻ? എവിടെ തീരുമാനാകാൻ? ഇവിടെ തലയ്ക്ക് ബുദ്ധിയില്ല, ആരെങ്കിലും വേണ്ടേ? അത് ശരിയാ ചേച്ചി, ഇവന്റെ തലയ്ക്ക് ഭയങ്കര ബുദ്ധിയാ. അവിടെ നമ്മൾ ആരും ഇവനെ ഏടെ തടുപ്പിക്കാറില്ല. ഓ, ചേട്ടന് വലിയ ബുദ്ധിയാണല്ലോ. അഗ്രികൾച്ചറും PSC എന്ന് പറഞ്ഞിട്ട് ചെടി നട്ടുകൊണ്ട് നടക്കല്ലേ. എന്താണ് പുച്ഛിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ അടികൂടിയിൽ എങ്ങനെ ശരിയാവും? വാ, നമ്മുടെ ഓണം എങ്ങനെ കൂടുതൽ അടിപൊളിയാക്കാം എന്ന് ചിന്തിക്കും. എന്റെ ഐഡിയാസ് ഒക്കെ പറ. എന്റെ കാര്യം ഒരു ഐഡിയ ഉണ്ട്. പറ. നമുക്കേ നമ്മുടെ പാടം വരെ ഒന്ന് പോയാലോ? അത് കൊള്ളാം. എന്നിട്ട് നമുക്ക് ഈ ഡ്രസ്സിൽ റീൽസ് ഒക്കെ എടുക്കാം. റീൽസ് എടുക്കാൻ വേണ്ടി അല്ല ചേച്ചി, ഓണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കാർഷികോത്സവം അല്ലേ. നമുക്ക് അവിടെ കൊയ്യാൻ കുറെ നെല്ല് ആ സൈഡിലൊക്കെ നിൽക്കുന്നുണ്ട്, നമുക്ക് കൊയ്യാം. നല്ലൊരു ഐഡിയ. തനിയെ പോയാൽ കൊയ്യാ മതി. എനിക്കൊക്കെ കൊയ്യാൻ നിന്നെ ആര് വിളിച്ചു? പറ. ഞാൻ ചേച്ചിയോടും മധുവിനോടാ പറഞ്ഞു. അവര് വന്നോളല്ലേ, നമുക്ക് പോവാം. ചേച്ചി, മധു വാ. ഓ, അപ്പൊ ആർക്കും എന്റെ കൂടെ വരാൻ താല്പര്യമില്ലല്ലേ? വേണ്ട, ഞാൻ തന്നെ പോക്കോളാം. നിങ്ങളൊക്കെ ആരെയിട്ട് ഉണ്ടാ മാത്രം മതി. ഇത് വരുന്ന സ്ഥലം അറിയണ്ട കേട്ടോ. ഓ ആയിക്കോട്ടെ. സഞ്ജുവിന് വിഷമായെന്ന് തോന്നുന്നു. ഇതൊക്കെ ഇവിടെ സ്ഥിരം പിന്നെ ശരിയാവും. എന്നാലും അവൻ പറഞ്ഞതിലൊരു കാര്യമുണ്ട്. ഓണം ഇങ്ങനെ നമ്മൾ സിമ്പിൾ ആയിട്ട് ആഘോഷിക്കരുത്, ഇതിലും ഗ്രാൻഡ് ആയിട്ട് തന്നെ ചെയ്യണം. വേണ്ടേ? ചേച്ചി നമ്മുടെ കൂടെ നിൽക്കൂ. കട്ടക്ക് നിൽക്കും. എന്നാ നമുക്ക് ഗ്രാൻഡ് ആക്കാം. അവളെ ഇവിടുന്ന് ജാലിനെ ഇവിടുന്ന് പറഞ്ഞു വിടാനുള്ള ഐഡിയ ഒന്നും വരുന്നില്ല ഇവിടെ. ആണായിരുന്നെങ്കിൽ ഇഷ്ടം പോലെ ഐഡിയ എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഇതിപ്പോ പെണ്ണായി പോയി. പ്രകാശി, നിങ്ങൾ നന്നായിട്ട് റിസ്ക് എടുത്ത് ആലോചിക്കേണ്ടി വരും. ഓ രണ്ടു പേരും കൂടെ കുപ്പി എടുക്കാനുള്ള പ്ലാൻ ആയിരിക്കും അല്ലേ? അതേടാ, എന്തേ നീയും കുടിക്കോ? എന്റെ പൊന്നച്ചി, ഓണം എന്ന് കേൾക്കുമ്പോഴേ ഈ മദ്യപാനത്തെ പറ്റി അറിയിക്കും. നിങ്ങളെ പോലത്തെ മദ്യപാനികളുണ്ടല്ലോ, എനിക്ക് ഓർക്കുമ്പോഴേ ലജ്ജ തോന്നുന്നു. ലജ്ജ. ചെറുക്കാൻ നീ ഞങ്ങളെ ഓണം എന്നാന്ന് പഠിപ്പിക്കാൻ വേണ്ടി വരല്ലോ കേട്ടാ. ഓ, എന്താണ് ഓണം? പറഞ്ഞാട്ടെ. ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോടിമുണ്ട് എടുക്കും, ഇതുപോലെ വള്ളംകളിയുടെ പടമുള്ള ഷർട്ട് മേടിക്കും, പൂക്കളം ഇടും, പിന്നെ നമ്മൾ ഊഞ്ഞാലി കെട്ടും, പിന്നെ പായസം വെക്കും. അങ്ങനെ അതാണ്, അങ്ങനത്തെ ആ സെറ്റപ്പാണ് ഓണം. കൊള്ളാം. പിന്നെ പ്രധാനപ്പെട്ട രണ്ടുപേരെ വിട്ടുപോയി, നമ്മുടെ മാവേലി മാമനും ചാനലിലൊക്കെ കാണുന്ന പോലെ. എന്റെ പൊന്നച്ചി, ബോധമില്ലാത്ത ആൾക്കാരുടെ കൂടെ ഓണം അച്ഛനൊന്നും മാറി നടന്നു വരാ. നാണയില് എന്ത്? പ്രകാശേ, ഇവന് നമുക്ക് എന്നെ ഓണായിട്ട് കൊടുക്കേണ്ടത്?
ഇവനെ നമുക്ക് രണ്ടു പേർക്കും കൂടെ ചേർത്തൊരു ഓണത്തല്ല് കൊടുക്കാൻ. നല്ല ഐഡിയ പ്രകാശ്. പിടിക്കും, പണം പിടിക്കും. അവന്റെ തുമ്പപ്പൂ വള്ളംകളിയുടെ പടമുള്ള ഷർട്ട് ഇട്ടുകൊണ്ട് വന്നേക്കണം. നിങ്ങളാണ് മേടിച്ചു കൊടുത്തത്? അതൊക്കെ വിടറേ. ഇത് മറ്റേ അവളെ പറഞ്ഞു വിടാനുള്ള ഒരു ഐഡിയ. ശാലിനി, ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു ഐഡിയ ഞാൻ ആലോചിച്ചാണ്. നമുക്കേ പൊട്ടാറായ കയറ് കൊണ്ട് ഊഞ്ഞാല് കെട്ടി അവളെ അതിനകത്തിരുത്തി ആട്ടാം. അപ്പൊ അത് പൊട്ടി താഴെ വിടും. അപ്പൊ അവള് വിട്ടു പോക്കോളും. തലവെളി കാണിക്കല്ലേ, സഞ്ജു പറഞ്ഞ പോലെ. കഷ്ടം തന്നെ ഡേ. വേണ്ട വേണ്ട, ഞാൻ വേറെ ഐഡിയ എന്തെങ്കിലും കണ്ടുപിടിച്ചോളാം. നിന്റെ പൊട്ടാറായ ഊഞ്ഞാല്. ഇതെനിക്ക് മനസ്സിലായി. ഇതെന്റെ ഐഡിയയുടെ കുറവല്ല. അത് പൊട്ടി വീഴുമ്പോ ആശുപത്രി കൊണ്ടുപോകാൻ പറ്റത്തില്ല, പൈസ മുടക്കാൻ പറ്റില്ല. അതുകൊണ്ട്